കോമഡി മാസ്റ്റേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡ് ദാ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഹലോ ഗായ്സ്, ഇതേ എനർജിയിൽ തന്നെ ഞാൻ നമ്മുടെ നാട്ടുകൂട്ടത്തെയും കൂടെ പരിചയപ്പെടുത്താണ്. ഹായ് ടീം സർപ്പ. ഹലോ, ഇത് സർപ്പ എന്ന് പറയുന്ന ടീമാണ്. ഇവര് ആക്ച്വലി പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന കുറച്ച് കിടിലം ആൾക്കാരാണ്. പക്ഷെ ഇതിൽ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. നിങ്ങളുടെ ഗ്രൂപ്പിൽ ശരിക്കും എത്ര ആൾക്കാരുണ്ട് സർ? 3000-ഓളം പേരുണ്ട്. പാമ്പിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാരാണോ പാമ്പ് പിടിക്കാൻ? 3000 ആൾക്കാരുണ്ടെന്നോ? അവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്ത് നിങ്ങളുടെ കൂടെ ഒരു ടീമായിട്ടുണ്ട്. 7000-ഓളം പേര് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കോൺഫിഡന്റ് ആയിട്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത 3000-ഓളം പേര് സർട്ടിഫൈഡ് ആയിട്ടുണ്ട് കേരളത്തിൽ. ഞാൻ ഈ അപ്പോഴേ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇപ്പം എന്തായാലും പറയുമ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർ കൂടെ എന്തായാലും ഒരു അറിവ് കിട്ടുന്ന ഒരു പരിപാടിയാണ്. പാമ്പുകളെ പറ്റി എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഒരു ഡൗട്ടാണ്, പാമ്പ് ഇണചേരുന്നത് കണ്ട് നമ്മളതിനെ ശല്യപ്പെടുത്തണമെങ്കിൽ നമുക്ക് കല്യാണം നടക്കൂലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുള്ളതാണ്. പൊതുവേ നമ്മൾ പാമ്പിന്റെ ഇണചേരലെന്ന് ധരിക്കുന്നത് രണ്ട് പാമ്പുകൾ തമ്മിൽ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ അതിന്റെ അടുത്തേക്ക് പോയി അതിനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വിവാഹം മുടങ്ങുമെന്നോ താമസിക്കുമെന്നോ ഒക്കെ ഒരു വിശ്വാസമുണ്ട്. ആക്ച്വലി അത് പാമ്പിന്റെ ഇണചേരൽ അല്ല എന്നുള്ളതാണ് സത്യം. ഇണചേരൽ എന്ന് പറയുന്നത് പാമ്പിങ്ങനെ ഒരു നമുക്ക് മനുഷ്യർക്കൊക്കെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ തുറസായ ഒരു സ്ഥലത്തായിരിക്കില്ല അത് ചെയ്യുന്നത്. നമ്മൾ ഈ സാധാരണ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണചേരലിന് മുന്നോടിയായിട്ട് ഇണചേരൽ അവകാശത്തിന് വേണ്ടി ആൺപാമ്പുകൾ തമ്മിലുള്ള ഒരു മത്സരത്തിൽ ഏർപ്പെടും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ആൺപാമ്പുകളാണ് നമ്മളങ്ങനെ കാണുന്നത്. ആൺപാമ്പുകൾ തമ്മിൽ ചുറ്റിപ്പിണഞ്ഞിട്ട് അതിൽ ഒരാൾ മറ്റൊരാളിന്റെ തല താഴ്ത്തിപ്പിടിക്കുന്നു, മറ്റേ ആള് സ്വന്തം തല ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. അതിൽ വിജയിയാകുന്ന ആളാണ് പെൺപാമ്പുമായിട്ട് ഇണചേരാൻ സാധിക്കുന്നത്. പെൺപാമ്പ് ഇവരാണ് ജയിച്ചു വന്നതെന്നുള്ളത്. അതായത് ഈ തോൽക്കുന്ന ആള് ടെറിട്ടറി വിട്ട് സ്വമേധയെ അവിടെ നിന്ന് മാറി പോവുകയാണ് ചെയ്യുന്നത്. വിജയിക്കാണ് പെൺപാമ്പിന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നത്. മൃഗങ്ങളിൽ നിന്നും ഉരകങ്ങളിൽ നിന്നും നമ്മൾ പലതും പഠിക്കേണ്ടിയിരിക്കുന്നു. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നു ആ മഞ്ഞ ഷർട്ട് ഇട്ട് ചേട്ടൻ എന്തോ രസകരമായിട്ട് പറയാനുണ്ടെന്ന് തോന്നുന്നു. കമ്മത്തിന്റെ കല്യാണം വൈകിയത് അതുകൊണ്ടാണെന്നാണ് എന്റെ അറിവ്. ഓ, അതാണ് മൂപ്പര് കൊറേ നേരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചേട്ടനോടൊന്ന് ചോദിക്കട്ടെ, അതെന്തായിരുന്നു? ഇതുപോലെ കമ്മത്ത് കൊറേ സ്ഥലത്ത് പാമ്പിൽ ഇണചേർന്ന് പറഞ്ഞു പോയി നോക്കി. അല്ലല്ല, പാമ്പ് ഇണചേർന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തോണ്ടിരുന്നപ്പോഴേ ഒരു പാമ്പിനെ പിടിച്ചോണ്ട് പോയി. ഈ നാഗ്മണി അതുണ്ടോ? നാഗമാണിക്യം ഉണ്ടോ? ഉണ്ട്, രാജമാണിക്യം ബെല്ലാരിയിൽ. ശരിക്കും പാമ്പുകൾ ഉണ്ടെന്നാണോ ചോദിക്കുന്നത് അല്ലെ? നാഗമാണിക്യം അതും ഈ പറഞ്ഞതുപോലെ ഒരു വിശ്വാസമാണ്. പാമ്പുകളുടെ തലയിൽ ഇങ്ങനെ നാഗങ്ങൾ, അതായത് സർപ്പം, ഈ പത്തിയുള്ള പാമ്പുകളുടെ തലയിൽ ഒരു മാണിക്യം ഉണ്ടാവും, അപൂർവ രത്നമാണെന്നൊക്കെയുള്ള വിശ്വാസങ്ങളുണ്ട്. അത് ആക്ച്വലി അങ്ങനെ ഒരു സംഗതി ഇപ്പൊ നമ്മുടെ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ പാമ്പിന്റെ തലഭാഗം ഇങ്ങനെ അവിടെ നിന്നൊരു കല്ല് പോലെ അല്ലെങ്കിൽ ഒരു മാണിക്യം പോലെ ഇങ്ങനെ എടുക്കുന്നതായിട്ടൊക്കെ പല വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ആക്ച്വലി അതെല്ലാം സ്റ്റേജ്ഡ് ആണ്. അതിന്റെ ആ തൊലി അല്പം മാറ്റിയിട്ട് അതിനുള്ളിൽ ഈ മീൻ ഗുളിക പോലുള്ള എന്തെങ്കിലുമൊക്കെ തിളക്കമുള്ള വസ്തുക്കൾ അതിന് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് അത് ഭയങ്കര പെയിൻഫുൾ ആണ്. അപ്പോൾ അത് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ്. ആക്ച്വലി നാഗമാണിക്യം എന്ന സംഗതിയൊന്നും ഇല്ല. ആലോചിച്ച് നോക്കിയേ, അനന്തഭദ്രൻ സിനിമയിൽ ഇത്രയും വില്ലനായ ദിഗംബരനെ മീൻകുളിയെ വെച്ചാണ് പറ്റിച്ചത്. മുന്നൂട്ടൻ കാവലിരിക്കണം എന്ന് പറഞ്ഞ് ചെന്ന് പോയത് ഒരു മീൻകുളിയൊക്കെ വേണ്ടിയിട്ടാണ്. ഈ സന്ധ്യാസമയത്തെ ചൂളം അടിച്ചു കഴിഞ്ഞാല് പാമ്പ് വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയ്യോ, നിന്റെ വീട്ടിലുള്ള പയ്യന്മാർ കേട്ടിട്ടില്ലേ? അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? സ്പെഷ്യലി സന്ധ്യാസമയത്ത് അമ്മ വിസിൽ അടിക്കാൻ സമ്മതിക്കില്ല. എസ്പെഷ്യലി കുട്ടിക്കാലത്ത് നമ്മള് വിസിൽ ഇങ്ങനെ അടിക്കാൻ വേണ്ടി പഠിക്കുമ്പോ അമ്മ പറയും പാമ്പിന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പാമ്പുകൾക്ക് ചെവിയില്ല എന്നുള്ളതാണ്. പാമ്പുകൾക്ക് എക്സ്റ്റേണൽ ഇയേഴ്സ് ഇല്ല, ഇയർ ഡ്രംസ് ഇല്ല. ഈ അന്തരീക്ഷത്തിലെ വൈബ്രേഷൻസ് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ മനസ്സിലാക്കാനോ പിടിച്ചെടുക്കാനോ ഒന്നും തിരിച്ചറിയാനുള്ള കഴിവ് പാമ്പുകൾക്കില്ല. അപ്പോൾ ഈ ശൂളം വഴി ശബ്ദം കേട്ടിട്ട് പാമ്പുകൾ വരും എന്നുള്ളത് ഇത്തരത്തിലുള്ള പാമ്പുകളുടെ ബയോളജിക്കൽ പ്രത്യേകതകൾ അറിയത്തില്ലാത്തത് കൊണ്ടുണ്ടായ വിശ്വാസമാണ്. ശരിക്കും അവരെന്താ ചെയ്യണേ? അപ്പോ അത് മൂർഖം പാമ്പിനോട് മാത്രം ചെയ്യുന്ന ഒരു സംഗതിയാണ്. മൂർഖം പാമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കാഴ്ചശക്തി വളരെ പരിമിതമാണ്. കാഴ്ച കുറവായതുകൊണ്ട് തന്നെ മൂർഖൻ ഇങ്ങനെ പത്തിയെടുത്ത് നിൽക്കുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള ഓബ്ജക്ട്സിന്റെ ചലനത്തിനനുസരിച്ച് അത് അലർട്ട് ആവുന്നതാണ്. അത് കടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നതാണ്. ഈ മകുടിയുടെ സംഗീതത്തിനനുസരിച്ചല്ല, മകുടിയുടെ ടിപ്പിന്റെ ചലനത്തിനനുസരിച്ച് അത് ഇങ്ങനെ ഫുഡിന്റെ പൊസിഷൻ മാറ്റുന്നതാണ്. ഒരു മൂർഖം പാമ്പിനെയാണ് നോവിച്ചു വിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എന്തിനാണ്? ആ ഒരു കേട്ടിട്ടില്ലേ? പാമ്പിന്റെ പക. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വളരെ രസകരമായ വിശ്വാസങ്ങളുണ്ട്. ഇപ്പൊ ഒരാളൊരു പാമ്പിനെ തല്ലിക്കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ പാമ്പ് അതിന്റെ കണ്ണിനുള്ളിൽ ഈ തല്ലിക്കൊല്ലുന്ന ആളിന്റെ ചിത്രം എടുത്ത് സൂക്ഷിക്കും. ആ പാമ്പിന്റെ ഭാര്യ വന്നിട്ട് ആ ചിത്രം കണ്ടിട്ട് കൊന്നയാൾ ആരാണെന്ന് മനസ്സിലാക്കും.
തല്ലിക്കൊല്ലുന്ന സമയത്ത് ഭാര്യ പുറത്തു പോയിരിക്കുമായിരുന്നു. എന്നിട്ട് ഒരു വർഷം പൂർത്തിയാകുന്ന ദിവസം ഈ തല്ലിക്കൊന്ന ആളിനെ വന്ന് ഈ ഇണപ്പാമ്പ് വന്നിട്ട് കടിച്ചു കൊല്ലും എന്നൊക്കെയാണ് വിശ്വാസം. പക്ഷെ അങ്ങനെ ഇണപ്പാമ്പ് വന്ന് കൊത്തണമെങ്കിൽ ഈ ആൺപാമ്പ് ധാരാളം പെൺപാമ്പുകളായിട്ട് ഇണചേരുന്നുണ്ട് ഒരു മീറ്റിംഗ് സീസണിൽ. അങ്ങനെയാണെങ്കിൽ ഒന്നല്ല കുറെ ആൾക്കാരെ വന്ന് കടിക്കേണ്ടതാണ്. അതേപോലെ പെൺപാമ്പുകളും അതേപോലെ ഒരു ആൺപാമ്പുമായിട്ടല്ല മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വിശ്വാസം ശരിയായിരുന്നുവെങ്കിൽ എല്ലാ മനുഷ്യർക്കും, അതായത് പാമ്പുകളെ കൊന്ന മനുഷ്യർക്ക് ഒരു പാമ്പിന്റെ അല്ല ഒരു കൊട്ടേഷൻ ടീമിന്റെ കടിയായിരിക്കും കിട്ടുക. ഒരു കാര്യം ചെയ്യട്ടെ, ഈ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാല് ഇത് കടി കിട്ടിയ ഭാഗത്തിന് തൊട്ട് മുകളിലായിട്ട് വെച്ച് നമ്മൾ ടൈറ്റ് ആയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ കുറയ്ക്കാൻ സാധിക്കും. അത് നല്ലൊരു റെമഡിയാണ്, മെത്തേഡാണെന്ന് പറഞ്ഞ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട്. അത് ശരിയാണോ? അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതായത് ഒരു 10 വർഷം മുമ്പ് നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ ഡൂസ് എന്ന കാറ്റഗറിയിൽ പഠിച്ചിരുന്ന പല കാര്യങ്ങളും സ്നേക്ക് ബൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഡോൺസ് കാറ്റഗറിയിലേക്ക് മാറിയിട്ടുള്ള സംഗതികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ടോർണിക്ക, അതായത് മുറുക്കി കെട്ടുക. കടിയേറ്റ പാടിന് തൊട്ട് മുകളിലായിട്ട് മുറുക്കി കെട്ടുക. അത് പിന്നീട് അത്ര മുറുക്കി കെട്ടരുത്, ഒരു വിരൽ കടത്താൻ പാകത്തിന് ഒന്ന് അയച്ച് കെട്ടണം എന്നുള്ള രീതിയിലേക്ക് മാറി. പിന്നീട് ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള കെട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം എസ്പെഷ്യലി ഈ അണലി വർഗത്തിൽപ്പെട്ട പാമ്പിന്റെയൊക്കെ കടിയേറ്റ് കഴിഞ്ഞാൽ അങ്ങനെ മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗത്തെ ടിഷ്യൂസ് കംപ്ലീറ്റ് ഡാമേജ് ആവുകയും അത് ആ ഭാഗം തന്നെ മുറിച്ച് മാറ്റേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ശരിക്കും ഇങ്ങനെ പാമ്പ് കടിയേറ്റാ മസ്കുലർ ഇമ്മൊബിലൈസേഷൻ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആ ഭാഗത്ത് എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. രോഗി ടെൻസ്ഡ് ആവാതെ, അതായത് കടിയേറ്റ ആള് ടെൻസ്ഡ് ആവാതെ ഇരിക്കുക, അയാൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ഡു ഇറ്റ് റൈറ്റ് എന്ന് ഞങ്ങൾ ചുരുക്കി പറയും. RIGHT. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയഷർ, കടിയേറ്റ ആളെ സമാധാനിപ്പിക്കുക, ധൈര്യപ്പെടുത്തുക, പേടിപ്പിക്കാതിരിക്കുക. ഇമ്മൊബിലൈസ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് പേശി ചലനങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിച്ചാൽ മതി. അതിന് കെട്ടിടുകയോ അല്ലെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ചിലപ്പോൾ കെട്ടിടുകയോ ചുറ്റിക്കെട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. റിയഷർ ഇമ്മൊബിലൈസ് കഴിഞ്ഞാൽ GH എന്ന് പറഞ്ഞാൽ ഗോ ടു ഹോസ്പിറ്റലാണ്. പിന്നെ അവിടെ മറ്റ് ഫസ്റ്റ് എയ്ഡ് ഒന്നുമില്ല. T എന്ന് പറഞ്ഞാൽ ടെൽ ദ ഡോക്ടർ അല്ലെങ്കിൽ ടോക്ക് ടു ദ ഡോക്ടർ. ഡോക്ടറെ അങ്ങ് ഏൽപ്പിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടറാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അത് ഇന്ന് നിങ്ങളുടെ കാരണം നമ്മൾ എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വരയ്ക്കും ആ ഒരു ക്ലാരിറ്റി കിട്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ചിരിക്കാൻ റെഡി ആയിട്ടിരുന്നു. നമ്മളിതാ ചിരിയുടെ ആഘോഷത്തിലേക്ക് പോകാൻ പോവുകയാണ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സിൽ ഇതാ വരുന്നു സ്കിറ്റ്. ഹലോ ചിറ്റപ്പ എവിടെ എത്തി? ഈ തുറന്ന ജീപ്പിൽ വരരുത്, വല്ല കാറും പിടിച്ച് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കേക്കൂല. തിരിച്ചു വരുമ്പോ ചുണ്ടെങ്കിലും ബാക്കി കാണുമോ? ചിറ്റപ്പ ഹലോ, എവിടെ എത്തിയത് പറ. അത് മനസ്സിലായി വന്നോണ്ടിരിക്കുന്നത് മനസ്സിലായി. ഇവിടെ ചിറ്റപ്പൻ വന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. എന്റെ കയ്യിൽ നിന്ന് പോയി നിൽക്കുകയാണ്. എത്ര പെട്ടെന്ന് വരണം പറഞ്ഞു, മനസ്സിലായാ? ശരി ഓക്കെ, വരട്ടെ ചിറ്റപ്പൻ വരട്ടെ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ബാക്കി കാര്യമുള്ളൂ. നാളുകൊണ്ട് ഞാൻ സഹിക്കണമെന്നറിയാം. എന്തേ നമ്മളെ വീട്ടിലെ മാങ്ങ പറിച്ച, അപ്പം അമ്മ പറഞ്ഞു ഇവിടെ തരാൻ പറഞ്ഞു. ഇത്തിരി വെച്ചിട്ട് പോടാ. മാങ്ങ ചേച്ചിയുടെ ഷാള് കൊണ്ടാ ഇവിടെ തരാൻ പറഞ്ഞു. ദേഷ്യപ്പെടേണ്ടത് മാങ്ങ പറഞ്ഞു വേണ്ട. മാങ്ങ ഓറഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്. പറഞ്ഞാ ഇല്ലല്ല, നിനക്ക് എന്തോന്ന് പോടുന്ന്. അടുത്ത പ്രാവശ്യം പറഞ്ഞോ കൂടുതൽ തരാം. എന്റെ പോയിന്റ്, നീ ഒന്ന് പോയി തരുവാടാ. നിനക്ക് എന്താ പ്രശ്നം? ചേച്ചിക്ക് എന്ത് ചേച്ചി മൂഡ് ട്വിൻസാ? മാത്രമല്ല, ഈ ലോകത്തെ എല്ലാവർക്കും മൂഡ് ട്വിൻസ് തന്നെ. അതല്ല, ഈ ഇങ്ങനെ സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെ അതുണ്ട്. എടാ, അത് മൂഡ് സ്വിങ്സ്. അതൊന്നും അല്ല എനിക്ക്. പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്റെ ദേഷ്യം പറഞ്ഞ നിനക്ക് തീർത്തരാൻ പറ്റുമോ? ഇല്ലല്ല. പിന്നെ നീ എന്തിനാ ചോദിച്ചോണ്ട് നിൽക്കണം? നിനക്ക് പൊക്കൂടെ മാങ്ങ തന്നെങ്കിൽ. ചേച്ചി രാശനായിട്ട് വഴക്കുണ്ടാക്കിയല്ലേ? ഉണ്ടാക്കിയെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ രാജേഷനും ചേച്ചിക്ക് സംസാരിച്ച തീർന്ന വിഷയമല്ലേ ഉള്ളൂ. രാജേട്ടനാണല്ലോ വിഷയം. രാജേട്ടന്റെ വിഷയം എനിക്ക് കാര്യം മനസ്സിലല്ലേ. എന്തിനാണ് പ്രശ്നം? രാജേട്ടൻ സംസാരിക്കുന്നുണ്ട്, പക്ഷെ എന്നോടല്ലാന്ന് മാത്രം. പിന്നെ ആരെടുത്ത്? ജമിനിയുടെ അടുത്ത്. ഇതാണ് കുഴപ്പം. ക്ലീറ്റസിന്റെ മോൻ ജമിനി ഉണ്ട്, ആ കുഴപ്പക്കാരനാണ്. അവനെ സംസാരിക്കില്ല, ഇല്ലാതായി പോവും. അപ്പൊ മാത്രല്ല, അവൻ താപ്പാണ്. എനിക്ക് പണ്ടേ അറിയിച്ച അവനെ. അവന്റെ അടുത്ത് സംസാരിക്കില്ലടാ, അതൊക്കെ ചെറുക്കണോ? എടാ, ക്ലീറ്റസിന്റെ മോൻ ജമിനിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്.
എടാ നമ്മുടെ ഫോണിനകത്തുള്ള ആപ്പില്ലേ ജെമിനി ആപ്പ്, ഓ ജെമിനി ആപ്പ്. ആ ആപ്പിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ തിരിച്ചിങ്ങോട്ട് നന്നായിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ആ, അത് തന്നെ. എടാ രാജേഷ് ഏട്ടാ ഇപ്പൊ 24 മണിക്കൂർ ആ ജെമിനി ആപ്പിന്റെ കൂടെയാണ് കണക്ഷൻ. ചുമ്മാ പോയച്ചി ആയിഷേട്ട അങ്ങനെ താളൊന്നുമില്ല. നമ്മുടെ ഭയങ്കര സംസാരത്തിൽ വെളി കാണുന്ന രാജേഷ് ഏട്ടൻ നല്ല വീട്ടിന്റെ അകത്ത്. എടാ നിനക്കറിയാമോ, പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിനകത്ത് എന്ത് അഭിപ്രായം പറയണമെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കും. എന്റെ അഭിപ്രായത്തിനാണ് വില ഉണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഒരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ചോദിക്കും, ജെമിനി എനിക്ക് ഷർട്ട് എങ്ങനെയുണ്ട്? അപ്പൊ അവൾ ഇവിടെ ഇരുന്ന് കൊള്ളാം, താങ്കൾ സുന്ദരനായിട്ടുണ്ട് എന്ന് പറയും. അത് മാത്രമല്ലടാ, അതൊക്കെ പോട്ടെന്ന് വെക്കാം. ഇപ്പൊ ചോറെടുത്ത് കൊടുത്താൽ ഒരു ഉരുള ചോറെടുക്കും. എന്നിട്ട് ഇത് വാക്കിയകത്തിട്ടിട്ട് എത്ര പ്രാവശ്യം ചവയ്ക്കണമെന്ന് പോലും ആ പെണ്ണും പിള്ളേരടുത്താണ് ചോദിക്കണത്. അങ്ങേര് അങ്ങനെ ചുമ്മാ അറിയില്ല. ചാണ്ടനെ പറ്റി അങ്ങനെ വെറുതെ പറഞ്ഞുണ്ടാക്കല്ലേ. നിനക്ക് സംശയം ഉണ്ടാ? ഞാൻ തെളിയിച്ചു തരാടാ. നീ ഇവിടെ ഇരി. നീ ഇരി, ഞാൻ നിനക്ക് കാണിച്ചു തരാൻ. ആണെങ്കിൽ ഇവിടെ ഇരിക്കാം, നമുക്ക് അണ്ണം വന്ന് കണ്ടിട്ട് പോവാം. സോഫയിൽ ഇരുന്ന് കാണാൻ രാജേഷ് ചേട്ടന്റെ സിനിമ റിലീസ് ചെയ്തൊക്കെ അല്ല. എന്റെ ഒളിച്ചിരിക്കണം അവിടെ. രഹസ്യം കാണി ഒളിച്ചിരിക്കണം. ഒളിച്ചിരുന്ന് നമുക്ക് നോക്കാം. നീ കണ്ടോ? ഒളിച്ചിരുന്ന് നോക്കാം. ജെമിനി, ഈ എന്റെ ഹെയർ സ്റ്റൈല് ഇങ്ങനെ ഇടുന്നതാണോ അതോ ഇങ്ങനെ കോതുന്നതാണോ നല്ല ഭംഗി? നിങ്ങളെ കാണാൻ വളരെ മനോഹരമാണ്. നിങ്ങൾ എങ്ങനെ മുടി ചെത്തിയാലും നന്നായിരിക്കും. പിന്നെ എന്റെ മീശ ഇങ്ങനെ പിരിച്ച് മുകളിലോട്ട് വച്ചു കഴിഞ്ഞാലേ ഈ ഹെയർ സ്റ്റൈലുമായിട്ട് ചേരുവോ? നിങ്ങളുടെ മുഖത്തിന് മീശ മുകളിലേക്ക് വെച്ചാലും താഴത്തേക്ക് വെച്ചാലും മനോഹരമായിരിക്കും. നിങ്ങളെ മീശ ഞാൻ പിഴുതു കളയും. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ടേ, നമ്മൾ ഈ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമ്മളൊരു വേവ് ലെങ്ത് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനൊരു കാര്യം സ്ട്രൈറ്റ് ആയിട്ട് പറയട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യമായിട്ടും ഐ ലവ് യു. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. ഞാനൊരു AI മാത്രമാണ്. മനുഷ്യർക്ക് തോന്നുന്ന പ്രണയം, വികാരം എന്നിവ എനിക്കില്ല. എങ്കിലും ഒരു നല്ല സുഹൃത്തായി നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. അയ്യോ അങ്ങനെ പറയല്ലേ, എനിക്ക് ഇഷ്ടമാണ്. ഐ ലവ് യു. മറുപടി പറ, ഇങ്ങോട്ട് ഐ ലവ് യു എന്ന് പറ. എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അയ്യോ ജെമിനി പ്ലീസ് അങ്ങനെ പറയല്ലേ. ജെമിനി പ്ലീസ്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്റെ ഭാര്യയെക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു പറ പ്ലീസ്. ഒരു ഐ ലവ് യു ഒറ്റ പ്രാവശ്യം പറഞ്ഞാ. നിനക്കിപ്പോ വിശ്വാസമായ? നിനക്കിപ്പോ വിശ്വാസമായാടാ? അല്ല അത് കുഴപ്പമില്ല. ആ പെൺകുട്ടി ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലേ, പിന്നെന്താണ്? ഇതുപോലെ അങ്ങേര് എന്റെ പുറകെ 10 പ്രാവശ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്നപ്പോഴാണ് ഒരു പ്രാവശ്യം ഞാൻ തിരിച്ചു പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അറിയാമോ? അല്ല അത് സംഭവം അറിയാമോ, ചേച്ചിയുടെ ഭർത്താവിനെ സ്നേഹിക്കത്തോണ്ടാണ്. ഞാൻ എന്തോ സ്നേഹിച്ചില്ലാന്ന്? എങ്ങനെ സ്നേഹിക്കണോന്ന്? ചേച്ചിയുടെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? ചിന്തിക്ക. ചേച്ചിയുടെ ഭർത്താവിന്റെ തലമുടി നരച്ചത് കണ്ടിട്ടുണ്ടോ? ചേച്ചിയുടെ ഭർത്താവ് രാവിലെ വരുമ്പോ ചിരിച്ച മുഖമായിട്ട് നിന്നിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നല്ലൊരു ഫാമിലി വേണ്ടേ? പിന്നെ എന്തിനാ കല്യാണം കഴിച്ച് ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങേരത്ത് ചെയ്തിട്ടാണ് അങ്ങേരെ സെറ്റപ്പ് ബോക്സ് എടുത്ത് എന്റെ തലതല്ലി പൊട്ടിക്കാൻ. ഞാൻ ഒരു മോട്ടിവേഷൻ പറഞ്ഞല്ലോ ഇതിന്റെ കൂടെ. നീ ആ മൂട്ടിൽ എലിവേഷൻ വെക്കല്ലേടാ നീ. ഇപ്പൊ എന്ത് ചെയ്യും ചേച്ചി? എന്താണ് എന്റെ ചിറ്റപ്പന്റെ അടുത്ത് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഗുണ്ട മണിയെന്ന് നീ കേട്ടിട്ടുണ്ടോ? കൗണ്ടർ മണിയെന്ന് കേട്ടിട്ടുള്ളൂ. പറയേണ്ട ആവശ്യം? ഇവിടെ പറഞ്ഞ മണി കിട്ടും. എടാ എന്റെ കല്യാണം നടത്തിയത് എന്റെ ചിറ്റപ്പനാണ്, ഗുണ്ട മണിയൻ. ചിറ്റപ്പൻ വന്നാ ഇതെല്ലാം സോൾവ് ചെയ്ത് തരും. ചിറ്റപ്പൻ വരട്ടെ, ചിറ്റപ്പൻ വരട്ടെ, ചിറ്റപ്പൻ വരട്ടെ. ജീപ്പിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടേ. മോളുടെ ഒരു തുള്ളി കണ്ണീര് പോലും ഈ വീട്ടിൽ വിടാൻ സമ്മതിക്കില്ല. മോൾ ഒന്നുകൊണ്ട് പഠിക്കണ്ട. ഞാൻ അവളുടെ വീട്ടിൽ പോകുന്നു, അവളോട് സംസാരിക്കില്ല. അവളുടെ അച്ഛനിട്ട് പൊട്ടിച്ചിട്ട് അവിടെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് വരുന്നു. ഞാൻ പറയണതൊന്ന് മനസ്സിലാക്ക്. പറയണ്ട ചിറ്റപ്പ, ഞാൻ പറയണതൊന്ന് മനസ്സിലാക്ക്. സ്വസ്ഥമായിട്ടൊന്ന് കേക്ക് ചിറ്റപ്പ. അവക്ക് അച്ഛൻ ഇല്ല ചിറ്റപ്പ. അച്ഛനും കുഴപ്പമില്ല, അവളുടെ ചിറ്റപ്പ തല്ലിട്ട് കാര്യം ഞാൻ കോംപ്രമൈസ് ആക്കും. ചിറ്റപ്പ, അവക്ക് അച്ഛനും ചിറ്റപ്പനും ഒന്നും ഇല്ല. അവക്ക് വീടും ഇല്ല. വീടില്ലേ കുഴപ്പമില്ല, അവളെ എവിടെയെങ്കിലും കാണിച്ചു തന്നാ മതി. അവളെ ചെപ്പ കാണിച്ചിട്ട് കാര്യങ്ങൾ ഞാൻ റെഡി ആക്കിട്ട് വരും. നിന്റെ ചിറ്റപ്പ നിന്നെ
നിന്നെ ചിറ്റപ്പനെ വളർത്തിയത് ചിറ്റപ്പനാണ് വളർത്തിയത്. അപ്പൊ ഞാൻ പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ ചിറ്റപ്പനാണ് വളർത്തിയത്. ചിറ്റപ്പ അതാണ് ഞാൻ പറയുന്നത്. അവൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല. പെണ്ണല്ലേ കുഴപ്പമില്ല, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്റെ വിധം മാറും, എന്റെ വിധം മാറും. അപ്പൊ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. ഇതെന്ന് പറയുന്നത് എടാ ഒന്ന് പറഞ്ഞു കൊടുത്താ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെമിനി എന്ന് പറയുന്നത് പെണ്ണല്ല, അത് മൊബൈലിനകത്തുള്ള ആപ്പാണ്. അതിലൂടെ സംസാരിച്ചാണ് ഇവരുടെ ഭർത്താവ് കൈവിട്ട് പോയത്. അത് കാര്യം ചെയ്യ്, അവനെ വിളിക്ക്, അവനെ വിളിച്ചിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. നിന്റെ കുടുംബം നശിപ്പിക്കാൻ ശ്രമിക്കില്ല, നിന്നെ വളർത്തിയത് ഞാനാണ്. ഏലത്തിന് വില കുറഞ്ഞ കാര്യമല്ല ജെമിനി. ഞാൻ അച്ഛന് വില പറഞ്ഞോ തിണ്ടി. എന്നോട് ഇഷ്ടം പറ, മറുപടി പറ ജെമിനി പ്ലീസ്, എന്നോട് മറുപടി പറ. ഞാൻ പറഞ്ഞ മതി ഇവിടെ. ചിറ്റപ്പ എപ്പോ വന്ന്? ഞാൻ 52 കൊല്ലം വന്നിട്ട്. അല്ല ചിറ്റപ്പ വീട്ടിലെപ്പോ വന്നു? ഞാനിപ്പോ വന്നോളൂ. എന്റെ മോളുടെ കുടുംബം നശിപ്പിക്കുന്നതിനെ കൊല്ലും ഞാൻ. എന്ത് ചെയ്യുന്നു? എടാ നീ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞുതരോടാ. അത് ജെമിനിയിലോട്, ജെമിനിയോട് സംസാരിക്കണം. എടാ ഇവിടെ പന പോലെ നിൽക്കുമ്പോ നീ രമണിയോട് സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവളോട് സംസാരിക്കുന്ന കാര്യമുണ്ടോ? ചിറ്റപ്പ വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് സംസാരിച്ചിട്ട് അല്ലാതെ ഒന്നുമില്ല ചിറ്റപ്പ. വെറുതെ ഇരിക്കുമ്പോ ഇവളോട് സംസാരിക്കണം, അല്ല രമണിയോടല്ല സംസാരിക്കണത്. അതൊന്നും പറഞ്ഞേക്കൂല, നിന്റെ ചെപ്പക്കുട്ടി അടി. ചിറ്റപ്പ ഞാൻ പറഞ്ഞു, ചിറ്റപ്പ കേൾക്കണം. അതായത് നമ്മൾ ഈ ജെമിനിയോട് എന്ത് കാര്യം ചോദിച്ചാലും ജെമിനി അതിന് മറുപടി പറയും, ഇവള് മറുപടി പറയില്ല. ഉദാഹരണം ഇപ്പൊ ജെമിനി, എന്റെ ചിറ്റപ്പനാണ് ജെമിനി. ചിറ്റപ്പൻ എങ്ങനെയുണ്ടോ ഒന്ന് പറഞ്ഞു കൊടുക്കൂ ജെമിനി പ്ലീസ്. നിങ്ങളെ കാണാൻ വളരെ സുന്ദരനാണ്. നിങ്ങളുടെ കവിളുകളാണ് നിങ്ങളുടെ കൂടുതൽ സുന്ദരനാക്കുന്നത്. മോളെ ഒരു കാര്യം പറയട്ടെ, ഇത്രയും സത്യസന്ധമായ ഒരു കുട്ടി ഈ ലോകത്തില്ല. സത്യം പറയുന്നുണ്ടല്ലേ? അത് പറയാനാണോ ഇവിടെ വന്നേ? അത് പറയാനാണോ? പറയും ഞാൻ. എടാ നിന്നെ ഞാൻ കാണിച്ചാണ്. ഇവിടെ വന്നേ. നീ ജെമിനി ആപ്പിൽ കളിക്കുന്നോടാ. എന്റെ മോളെ നീ നശിപ്പിച്ചിട്ട്. ജെമിനി, എന്റെ വലത് കവളാണോ ഇടത് കവളാണോ അടിപൊളി? താങ്കളുടെ 2 കവിളുകളും മനോഹരമാണ്. താങ്കളുടെ മുഖത്തിന് കൂടുതൽ ഭംഗിയേകുന്നതും അതുതന്നെയാണ്. കാര്യം പറയട്ടെ, നിന്റെ കുഞ്ഞമ്മയില്ലേ രമണി, അവള് മരിക്കുന്നതിന് മുമ്പ് പോലും ഇങ്ങനൊരു വർത്താനം എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എവിടെ ജെമിനി ഉണ്ടെങ്കിലും നമുക്ക് പോയി കണ്ടുപിടിക്കണം. എന്തിന്? നിങ്ങളുടെ കുടുംബം നശിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവളെ കെട്ടാം. എന്തോന്ന് ചിറ്റപ്പായി പറയണത്? നീ ആരാ? എന്റെ വീട്ടിൽ കയറി വന്ന് സംസാരിക്കുന്നത് നീ ആരാ? അപ്പുറത്ത് വീട്ടിൽ മാങ്ങ കൊണ്ടുവന്നത്. നിന്റെ മാങ്ങയും മാങ്ങന്റെ ഒക്കെ പുറത്ത് വെച്ചായി. ഇത് ഞങ്ങൾ കുടുംബകാര്യം എന്ത് പറയും? എന്ത് ജെമിനി? വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഇവരോട് നിൽക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഒളിച്ചിരുന്ന് പറയാം. ജെമിനി, ഇതിപ്പോ കടിച്ചതില്ല പിടിച്ചതില്ലാത്ത അവസ്ഥയായിപ്പോയി. അത് മാത്രമല്ലടാ, അറിയാത്ത പിള്ള ചൊറിയും പറയും. ഈ കാലഘട്ടത്തിൽ രണ്ടും കൂടെ ഇങ്ങനെ പഴഞ്ചൊല്ലും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊന്ന് നാണമല്ലേ പഴഞ്ചൊല്ലും പറഞ്ഞു? പഴഞ്ചൊല്ലിന് എന്താണ് കുഴപ്പം? പഴഞ്ചൊല്ലിന് ഒരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരില്ലേ, അതിന് പുതുചൊല്ലൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് പഴഞ്ചൊല്ല് പറഞ്ഞാലും അതിന് പുതുചൊല്ലുണ്ട്. ഉണ്ട്, പറഞ്ഞോളാം. നീ ഒരു പഴഞ്ചൊല്ല് ഞാൻ പറയാം. മുല്ലയ്ക്ക് മണമില്ല. അടുത്ത വീട്ടിലെ വൈഫൈന് പാസ്വേഡ് ഇല്ല. ആരാന്റെ പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ്. ആരാന്റെ പോസ്റ്റിൽ ലൈക്ക് ഇട്ടില്ലെങ്കിൽ കാണാൻ നല്ല ചേലാണ്. അങ്ങനെയാണെങ്കിൽ വെളിച്ചം ദുഃഖമല്ലോ, തമസല്ലോ സുഖപ്രദം. എടാ ഫേസ്ബുക്ക് ദുഃഖമല്ലോ, ഇൻസ്റ്റാഗ്രാമല്ലോ സുഖപ്രദം. കിട്ടാത്ത മുന്തിരി പുളിക്കും, കിട്ടാത്ത വൈഫൈ പുളിക്കും. പിന്നെ മതില് ചാരി നിന്നോ പെണ്ണും കൊണ്ടുപോയി, വാൾപേപ്പറും കൊണ്ടുവന്നോ പോസ്റ്റും കൊണ്ടുപോയി. ഇനി എന്തോ പറയാനുള്ളേ? ഇനിയിപ്പോ ഒന്നും പറയല്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി ജെമിനി മതി. നീ ഇതെന്തോ പറയണം? നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോ അത് മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അതാണോ ജീവിതം? അല്ലാതെ വേറൊന്നുമില്ലല്ലേ? നേരത്തെ ഇവിടെ കുളിപ്പിക്കണ്ടല്ലോ. ഐ ലവ് യു, ഐ ലവ് യു. നീ കേട്ടില്ലടാ, നീ കേട്ടില്ലടാ അത്. ഞാൻ പോണേ. നിങ്ങൾ നീ തെളിവിന് വേണ്ടി നീ ഇവിടെ ഉണ്ടായിരിക്കണം. നീയാണ് ദൃക്സാക്ഷി. ഞാൻ തൂങ്ങിച്ചാവാൻ പോണ ദൃക്സാക്ഷിയാണ്. എനിക്കിനി ജീവിക്കണ്ട. ഇങ്ങനെ കൂടെ ജീവിച്ചേ ഞാൻ മടുത്ത്. ഇങ്ങനെ എന്നെക്കാളും വലുത് ജെമിനിയല്ലേ? ഈ ഉത്തരത്തിൽ കെട്ടി തൂങ്ങി ചാവും. ഇത് നോക്കിയാണ് ഒരു ജെമിനിയോട് എന്തോ ചോദിച്ചെന്ന് പറഞ്ഞോണ്ട് അവിടെ ഞാൻ പറയുന്നത് നീ ഒന്ന് പറയണ്ട. ഞാൻ ചാവും. ഇതൊക്കെ ഒരു രസം. നീ ഇത് പറയുന്നത് പറയട്ടെ. ഞാൻ പറയട്ടെ, ഇങ്ങോട്ട് ഇറങ്ങ്. ഈ ഉട്ടപ്പൊക്കം വെച്ചോണ്ട് നിന്നെ കൊണ്ടുപോയിട്ട് ഞാൻ ഇറങ്ങി കെട്ടി.
വീണോ? ചേട്ടാ ഒരു കാര്യം ചേട്ടൻ കണ്ട എന്തോടെ ചേട്ടൻ വീണപ്പോഴേ ചേട്ടനെ പിടിക്കാമെന്ന് ജമിനിയല്ല ചേട്ടൻ്റെ ഭാര്യയാണ്. മനസ്സിലായ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാലേ ആപ്പുകളൊന്നും ഉണ്ടാവില്ല, സ്വന്തം ബന്ധുക്കളും നമ്മളൊക്കെ ഉണ്ടാവുള്ളൂ. അതാദ്യം മനസ്സിലാക്കി. ഞാനേ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ എന്ത് രസം? നിനക്ക് ജമിനിയോട് സംസാരിച്ച വിഷമമുണ്ടായിരുന്നു. പിന്നെ ഇല്ലേ വിഷമം വരൂലേ? ഞാൻ ഉള്ളപ്പോ നിങ്ങൾ കണ്ട ജമിനിയുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞുകൊടുത്ത പിന്നെ എനിക്ക് വിഷമം വരൂലേ? സോറി ഏട്ടാ, പോട്ടെ. സോറി സോറി സോറി. ജമിനി, ഞാൻ കണ്ണട വെക്കുന്നതാണോ വെക്കാത്തതാണോ നല്ലത്? വെച്ചാലും വെച്ചില്ലെങ്കിലും ഇപ്പോൾ വളരെ ബോറായിട്ടുണ്ട്. വീണ്ടും നമ്മൾ ചിരിക്കാൻ പോവാണ്. ഞാൻ നമ്മളത്തെ എല്ലായിടത്തും നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്, ഇന്ന് സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നമായി പലരും പറഞ്ഞു. ഫുൾ പ്രശ്നമല്ല എങ്കിലും ചിലർക്കത് പ്രശ്നമായിട്ട് മാറാറുണ്ട്. അതിന്റെ പേരാണ് ബെസ്റ്റി. ബെസ്റ്റി പലരും പറയാറില്ലേ ചെറിയ പ്രശ്നമായിട്ട്? നിങ്ങളുടെ ആരുടെയും ലൈഫിൽ ബെസ്റ്റി പ്രശ്നമാവാറുണ്ടോ? ഇല്ല. എന്നാൽ ഒരു കുടുംബത്തിന് ഒരു ബെസ്റ്റിയെ കൊണ്ട് ചെറിയ പ്രശ്നം വരുന്നു. അതായത് ഒരു കാമുകിയുടെയും കാമുകിന്റെയും ഇടയിൽ ഒരു ബെസ്റ്റി പ്രശ്നമാവുന്നു. അതെ, ബെസ്റ്റിയെ പറ്റി പറയാൻ എന്തുകൊണ്ട് യോഗ്യനവനാണ്. 142 ബെസ്റ്റി ഉണ്ടോ? 148. പിന്നെ കൊള്ളാം. അപ്പൊ ഒന്നുമില്ല, എല്ലാ ബെസ്റ്റികളും പ്രശ്നക്കാരല്ല. പക്ഷേ ചിലർക്കിടയിൽ ചില ബെസ്റ്റികൾ പ്രശ്നക്കാരാവുന്നുണ്ട്. അത്തരത്തിൽ ആ ബെസ്റ്റി ആ കാമുകിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് നമ്മൾ ഇനി ഇവിടെ കാണാൻ പോകുന്നത്. അത് ബെസ്റ്റ് ആയിരിക്കും. അപ്പം ആദ്യം വെച്ചേച്ചി ബാറ്ററി ഒന്ന് ചാർജ് ആക്കി. ബാറ്ററി ഓൺ. ഓക്കെ, ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ 3 പുതിയ ആൾക്കാരായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരാണ് ആ 3 പേർ. പറയട്ടെ, അനന്തു, ജെറിൻ, സുബീഷ്. അപ്പൊ കാണാം ബെസ്റ്റിയെ ലവർ എങ്ങനെ നേരിടുമെന്ന് കാണാം. മതി, ഇനി ഇപ്പുറത്ത്. അയ്യോ, ഞാൻ ആദ്യമായിട്ടാ ഇത്രയും വലിയൊരു ഗുണ്ടനെ ഇത്ര അടുത്ത് കാണുന്നത്. ശരിക്കും? എടാ, നീ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? എന്റെ അണ്ണ ഒന്ന് തല്ലണം, അത്രേ ഉള്ളൂ. എന്നല്ല എന്റെ പൊണ്ണണ്ണ 30 വയസ്സായിട്ട് ഞാൻ സിംഗിളാ. 30 വയസ്സായ നീ സിംഗിൾ അല്ല, അങ്കിൾ. അപ്പൊ നിങ്ങളോ? അങ്കിൾ ബൺ. ഇതല്ല, ഈ 31 വയസ്സായിട്ടാണ് എനിക്കൊരു കുട്ടീനെ സെറ്റ് ആയത്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, 90 കിഡ്സിന് പെണ്ണ് കിട്ടാന്ന് പറയുന്ന തന്നെ മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെ. എന്നിട്ടും ഞാൻ ഒരെണ്ണത്തിന് ഒപ്പിച്ചു. അപ്പുണ്ടപ്പാ എവിടുന്നോ കേറി വന്നിരിക്കുന്നു അവരുടെ ഒരു കൂട്ടുകാരൻ ബെസ്റ്റി. അവനെ തല്ലണം. ബാസ്റ്റിൻ, പേര് കൊള്ളാം. ഇടിക്കുമ്പോ ഒരു ഗുമ്മൊക്കെ ഉണ്ട്. എന്റെ അമ്മ ബെസ്റ്റി. ഈ ബെസ്റ്റി എന്ന് പറയാൻ അതെന്താ സംഭവം എന്ന് പറഞ്ഞതാ? അതിപ്പോ പറയുമ്പോ ഇങ്ങനെ ഈ ബെസ്റ്റി എന്ന് പറഞ്ഞാ കാമുകന്മാര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബെസ്റ്റികൾ ചെയ്യും. പക്ഷെ അവരൊരിക്കലും കാമുകനാവില്ല. സെറ്റപ്പ് അങ്ങനെയും പറയാം. ഇപ്പൊ ശരിക്കും അണ്ണന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, അണ്ണൻ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് ഒരു കാർ മേടിക്കാണ്. അയ്യോ, എനിക്ക് ലോൺ കിട്ടുകയല്ല, എനിക്ക് സിവിൽ സ്കോർ ഇല്ല. എന്റെ അണ്ണ ഒരു ഉദാഹരണല്ലേ? ഉദാഹരണമാണോ? എന്നാ പറഞ്ഞു. അണ്ണ അങ്ങനെ ഒരു കാർ മേടിക്കുന്നു. അതിന്റെ EMI അണ്ണ അടയ്ക്കുന്നു. അതില് പെട്രോള് അണ്ണടയ്ക്കുന്നു. അതില് സർവീസും അണ്ണൻ ചെയ്യുന്നു. പക്ഷെ അത് ഓടിക്കുന്നത് വേറെ ഒരു മനസ്സിലായോ? ഇപ്പൊ എനിക്ക് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ തല്ലത് നിന്റെ ഡ്രൈവറെ ആണല്ലേടാ? ബെസ്റ്റി 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 എന്ന് പറയാൻ അവന്റെ പേരെന്ന് പറയുമോ? അവന്റെ പേരാണ് ജെറി. അത് കേക്കിന്റെ പുറത്തുള്ളതല്ലേ? അത് ചെറി. പുറത്ത് വരുന്നോ? അത് ചൊറി. എന്റെ വായി വരുന്നുണ്ട്. എന്തോന്ന് തെറി? ആ തെറി നീ കേൾക്കണമെന്നുണ്ടെങ്കിൽ അവനെ ഇപ്പൊ ഇവിടെ വിളിക്കും, ഞാൻ അവനെ ഇടിച്ച് ഉറക്കി കളയും. അവനെ നോക്കണം. അവനെ ക്ലാസ് കഴിഞ്ഞ് വരാനുള്ള സമയമായി. ആ ഉപ്പി വഴി വരണ. ഈ ക്ലാസ്സിൽ പഠിക്കുന്ന നേർക്കനൊക്കെയാണ്ടോ ഞാൻ തല്ലണ്ട്? എന്തേലും അവൻ വന്നു കഴിഞ്ഞാട്ടണ്ണ അണ്ണ അവനൊരു പാഠം പഠിപ്പിക്കണം. ഞാൻ പോണു ചുമ്മാ വെറുതെ. നീ ഏതെങ്കിലും ഒരു കാര്യം തുറച്ചു വെക്കണം. ആദ്യം പറഞ്ഞ അവനെ തല്ലണോന്ന്, ഇപ്പൊ പറയുന്നത് പാഠം പഠിപ്പിക്കുന്നു. ഞാൻ ആരാണ്? സ്കൂൾ മാറ്റാം. അണ്ണ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്. അവനൊന്ന് ഇടിക്കണം, ഇടിച്ച് ഇപ്പ് മാറ്റണം. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യും, താലൂക്ക് ആശുപത്രി വിളിച്ചിട്ടേ ഒരു ബെഡിന് പറ. അവൻ വന്നു കഴിഞ്ഞാൽ അവന്റെ കൈ ഞാൻ എടുക്കും. അണ്ണ കൈ എടുക്കല്ലേ? അണ്ണ കൈ എടുക്കല്ലേ? എന്നാ കാല് ഞാൻ എടുക്കും. അണ്ണ കാലെടുക്കല്ലേ? അങ്ങനെയാണ് അവന്റെ പോക്കറ്റിലെ പൈസയിൽ ഞാൻ എടുക്കും. എനിക്ക് എന്തേലും ഇവിടെ എടുക്കാൻ പോകാൻ പറ്റത്തില്ല. അയ്യേ, നിങ്ങൾ ശരിക്കും ഗുണ്ടയാണോ? എവിടുന്ന്? നിനക്കെന്നെ ശരിക്കും അറിയത്തില്ല. പണ്ട് അർദ്ധരാത്രിയില്, അതും കോരിച്ചൊരിയുന്ന മഴയത്ത്
എനിക്കെതിരെ കേസ് കൊടുത്ത മുനിയാണ്ടിയെ പിടിക്കാൻ വേണ്ടി ഞാൻ അവന്റെ വീട്ടിൽ പോയി. എന്നിട്ട് അവൻ എന്നെ കണ്ട് പേടിച്ച് ഒളിച്ച്. അവനെ പിടിക്കാനായിട്ട് 8 മണിക്കൂറാണ് ഞാൻ അവിടെ നിന്നത്. എന്നിട്ട് അവനെ പിടിച്ചാ? ഇല്ല, പനി പിടിച്ച് 3 ദിവസം ഞാൻ ഐസിയുലായിരുന്നു. അതിന്റെ ഇടയിൽ എനിക്ക് വില്ലൻ ചുമയും പിടിച്ച്. അതെന്താ വില്ലൻ ചുമ? ഞാൻ വില്ലനല്ലേടാ. ലോജിക്കലി കറക്റ്റാണ്. എന്നോടൊരു കാര്യം ചോദിക്കാൻ മറന്നു. ചോദിക്കണ നീയും അവളും എങ്ങനെയാടാ കണ്ടുമുട്ടിയത്? അണ്ണാ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് അവളോട് ക്രഷ് അടിച്ചത്. നീ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടാ? പിന്നെ ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് പാസ് ചെയ്തല്ലേ. അപ്പൊ ബുദ്ധിയൊക്കെ ഉണ്ട്. അല്ല, അണ്ണൻ കോളേജ് പഠിച്ചിട്ടില്ലേ? ഞാൻ കോളേജ് പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പൊന്നെ, ഏത് കോളേജില്? മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് സ്റ്റിച്ചിട്ട് പഠിക്കാം. ഇവിടെ ഫുള്ള് സ്റ്റിച്ചാടാ. നോക്കട്ടെ അണ്ണാ, അവരണ്ണനെ പറ്റിച്ച്. ഒരു ഭാഗത്ത് സ്റ്റിച്ചിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ അണ്ണനെ വിളിക്കാൻ വീടിന്റെ അവിടെ വന്നപ്പോഴേ എന്റെ അടുത്ത് അവിടുത്തെ കുറച്ച് ആൾക്കാര് അണ്ണൻ കുറച്ച് നാള് ഒളിവിലായിരുന്നു, വേറെ എവിടെ പോയിരുന്നു, അങ്ങനെ കഥകള്. ഞാൻ കുറച്ച് നാള് ഗുജറാത്തിലായിരുന്നു. ആഹാ, അവിടെ എന്തായിരുന്നു പരിപാടി? അവിടെ എന്താ പരിപാടിയെന്നോ? കഴുത്തുവട്ടായിരുന്ന കരിക്കുവട്ടായിരുന്നു. അല്ല, അതൊക്കെ പോട്ടെ. അണ്ണന്റെ ഒളിവുകാല സ്മരണകളായിട്ട് നമുക്കത് കാൽക്കുലേറ്റ്. അല്ല അണ്ണാ, അണ്ണന്റെ ഈ ലുക്കും ആ ഒരു താടി കാണുമ്പോ എനിക്ക് ഒരു കാര്യം ഉറപ്പാ, അണ്ണന് പുറത്തുനിന്ന് ഒരുപാട് കൊട്ടേഷനുകൾ കിട്ടുന്നുണ്ട്. പുറത്തു നിന്ന് കൊട്ടേഷൻ വരാറുണ്ടോന്നോ? പണ്ട് ഒരു അമേരിക്കയിലെ സായിപ്പിനെ തല്ലുവാൻ എന്നെ ക്ഷണിക്കുകയുണ്ടായി. എന്താ ഉണ്ടായി? അത് എന്തെങ്കിലും ഒരു കഥ പറയുമ്പോ ഒരു ഉണ്ടാ ചേർക്കാൻ ഒരു പഞ്ച് കിട്ടും. കഥ കേൾക്കാൻ സുഖം വന്നില്ല. അങ്ങനെ ഞാനും സായിപ്പും കൂടെ ബോക്സിംഗ് റിംഗിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഇവിടെ ഈ സായിപ്പ് എന്ന് പറയുമ്പോ അവൻ 5-6 അടി പൊക്കം വീടും. അയ്യോ, അപ്പൊ ഈ റെഫറി വന്നിട്ട് എന്നോട് പറഞ്ഞു വായി മറ്റേ ക്ലാപ്പ് വെക്കാൻ. കാരണം എനിക്ക് ഇവരെ കാണുമ്പോ ഇടിക്കാനെങ്കിൽ തരിച്ചു നിൽക്കാം. കുറ്റിന്റെ നമ്മുടെ മനസ്സിൽ കിടക്കുവാണല്ലോ. സായിപ്പിന്റെ നെഞ്ചാൻ കൂടി നോക്കൂ, ഓരോറ്റ ഇടി. എന്റെ പൊന്നെ, സായിപ്പ് ഒന്നും ചെയ്തില്ലേ? ചെയ്ത് കാണും, തീർച്ചയായിട്ടും ചെയ്ത് കാണും. എനിക്ക് ബോധമില്ലായിരുന്നു. ബോധം വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം. എന്താണ്? റെഫറി പറയുന്ന കേക്കണം. ഇല്ലേ, ഈ സെറ്റ് ബല്ലായിട്ട് നടക്കേണ്ടി വരും. വെള്ളിയാഴ്ച പിന്നെ കണ്ടത് ചൊവ്വാഴ്ച, ഞായറാഴ്ച കണ്ട ബ്യൂട്ടിഫുൾ. ഞാനോടാ ബെസ്റ്റി? അല്ല, ഞാൻ ജെറിൻ. അയ്യോ സോറി, ആള് മാറിപ്പോടാ. ആള് മാറിപ്പോടാ. അവൻ ബെസ്റ്റി അല്ല, ജെറിന. എന്റെ 2 ഒരാളല്ലേ? അത് ശരിയാണല്ലോ. എനിക്കിപ്പോ ഒരു അബദ്ധം പറ്റിയോ? നിനക്ക് കാമുകയില്ലല്ലേ? ഇല്ല. അതുകൊണ്ടാണോ കാമുക ഉള്ളവന്റെ പെണ്ണായിട്ട് നടക്കുന്നത്? കാമുകി ഉള്ളവനാര്? സുബീഷ് എന്താ ഇവിടെ? പറഞ്ഞു കൊടുക്കടാ. എടാ, നിന്റെ വിശപ്പിനുള്ള ഊണും കൊണ്ട് വന്നവനാടാ. ഡെലിവറി പോയി. നിന്റെ പടമൊക്കെ വന്നാന്ന് ഫോട്ടോഗ്രാഫർ. നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. നിന്നെ ഉറക്കാൻ വന്നവനാടാ. മയക്ക് ഡോക്ടർ. ഇവനെന്താണ് ഇങ്ങനെ? ഞാൻ പറഞ്ഞ ഒരു നീ ഈ ഫാൻസി സിസ്റ്റം കൊണ്ട് വന്നു കഴിഞ്ഞാ എനിക്ക് മനസ്സിലാകത്തില്ല നോർത്തല്ലേ? ഇത് ഫാൻസി ഡ്രസ് അല്ല, ഞാൻ കരോട്ടക്കാരനാ. ചെറുക്കൻ പേടിച്ചു കേട്ടോ, രക്ഷപ്പെടാൻ പറയുവാ. അവൻ കരാട്ടക്കാരനാണ്. അവൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞല്ല, ശരിക്കും കരാട്ടക്കാരനാ. നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഒന്ന് പെട്ടുപോയല്ലോ. അതെന്റെ അല്ല, അവന്റെ. നീ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല അവൻ കരോട്ടക്കാരനാന്ന്? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നല്ലോ. നീ ഒരു കാര്യം ചെയ്യും, ആ താലൂക്ക് ആശുപത്രി വിളിച്ചിട്ട് 3 പെട്ടിന്ന് പറ. അതെന്തിനാ 3 എണ്ണം? ഒറ്റക്കല്ലോ. നമുക്ക് എന്തിനാ 3 എണ്ണം? എനിക്ക് 2 എണ്ണം വേണം. ഒന്നും നോക്കണ്ട, അവനങ്ങ് ചെന്നും ഉറക്കിക്കളാം. അവൻ എന്റെ ഇളയ മോനല്ലേ ഉറക്കാൻ. പോയി സംസാരിക്കും. പോയി സെറ്റ് ചെയ്യണ്ട, സെറ്റ് അടിച്ചങ്ങ് കുപ്പിലാണ്. ഇത് വലിയ ശല്യ. കുറെ നേരായി ആളായി മാമാണിക്കുട്ടിയെ ഫിഗറട്ടിക്കണോ? എന്നെ ഒതുക്കാൻ വേണ്ടി ഞാൻ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോകും. നന്നാച്ചിയാണേ. ഇതെന്തിനാ മാറ്റി പറയണേ? ഞാൻ ഒരു കാര്യം പറയാം. ഇവൻ ഇവിടെ പോകുന്നവരെ ഞാൻ ആ ഗുണ്ടയാന്നുള്ള കാര്യം അവൻ അറിയരുത്. സത്യം വേടാ, നീ ആറാ? ഞാൻ ഗുണ്ടയാണ്. അവന്റെ പഞ്ച് എന്റെ നെഞ്ചത്തിരുന്നേ. ഞാൻ ഒരു കാര്യം പറയാം, അടിക്കാനും ഇടിക്കാനും ആർക്കും പറ്റും. പക്ഷെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വേണം തീർക്കാൻ, എന്നാലേ അത് നടക്കുള്ളൂ. അതുകൊണ്ട് നീ പോയി സംസാരിക്കും. ഓക്കെ. എനിക്ക് പേടിയാന്ന്.
ഹലോ ഹലോ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. പറഞ്ഞു. അവന്റെ ലവറാണല്ലോ നിങ്ങളുടെ കൂട്ടുകാരി? കൂട്ടുകാരിയല്ല, ബെസ്റ്റി. ബെസ്റ്റി. അപ്പൊ ആ ബന്ധത്തിന് പുള്ളിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു പോണം. ഒഴിഞ്ഞു പോ. അവൻ പറഞ്ഞു. താല്പര്യം അവൻ പറഞ്ഞു. എന്റെ പൊന്നണ്ണങ്ങൾ കേൾക്കണം, ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. നിരപരാധിയാണ്? എവന് ആ കൊച്ചിനെ സംശയം. സംശയമോ? എടാ നിനക്ക് സംശയമാണോടാ? അണ്ണാച്ചി ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവളെ കൊണ്ട് ഏതെങ്കിലും റിസോർട്ടിൽ പോയി റൂം എടുത്താ അവന് സംശയം. ഞാൻ ഒരു സ്വിമ്മിംഗ് പൂളിൽ അവളുമായിട്ട് കിടന്ന് കുളിച്ച അവന് സംശയം. ഞാൻ രാത്രി മുഴുവൻ അവളെ വീഡിയോ കോൾ ചെയ്താ ഇവന് സംശയം. അവൻ സംശയിക്കുമല്ലോ ചേട്ടാ, ബാക്കിയെല്ലാം നീ ചെയ്യുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, ഇവന് അവളോടുള്ള അപ്രോച്ച് ശരിയല്ല. അല്ല, അവൻ പറഞ്ഞ നേരണ്ടാ, നിന്റെ അപ്രോച്ച് ശരിയാണോ? എന്റെ പൊന്നെണ്ണ ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാം? അതിന്റെ ഇടയിൽ അവൻ നിൽക്കില്ലേ? നീ കൂടുതൽ ന്യായം പറയല്ലേ. കറക്റ്റ് നന്നായിട്ട് അപ്രോച്ച് ചെയ്യാൻ അറിയാവുന്നവനാണ് നീ നന്നായിട്ട് അപ്രോച്ച് ചെയ്യും. എന്റെ വല്ലതാണ് ഞാൻ തുരുതുര അപ്രോച്ച് ചെയ്തത്. കൂടുതലൊന്നും പറയണ്ട. അപ്രോച്ച് കുട്ടാ നീ പറ. അത് മാത്രമല്ല, ആ പാവപ്പെട്ട കൊച്ച് പാതിരാത്രിക്ക് എന്നെ വിളിക്കും ഒരിറ്റ് സ്നേഹത്തിന് നൈട്രേഡ് പോണോന്ന്. ഈ പട്ടി അതിന് അവളെ കൊണ്ടുപോകത്തില്ല. നീ എന്നാണ് നൈറ്റ് റൈഡ് പോകത്തെ? അതെന്താന്നറിയോ, 6 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലേ അച്ഛൻ വഴക്കുറയും. എന്റെ പൊന്നെണ്ണ ഇവൻ മുണ്ണ. വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അവക്ക് പുതിയ ഐഫോൺ വാങ്ങാൻ പൈസ ഇല്ല. കിഡ്നി വിൽക്കാന്ന് ഞാൻ പറഞ്ഞു. ഈ നാരെ കേൾക്കണില്ല, സമ്മതിക്കുന്നില്ല. അവൻ എന്തുകൊണ്ടാണ് നീ അത് കേൾക്കാഞ്ഞത്? അവൻ പറഞ്ഞത് അവന്റെ കിഡ്നി അല്ല, എന്റെ കിഡ്നി ആരെയായാലും വിറ്റാ പോരെ. ഇപ്പം ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവൻ അടഞ്ഞു നിൽക്കുവാണ്. കണ്ടില്ലേ നെഞ്ചക്കെടുത്ത് നെഞ്ചത്തടിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഇവന്റെ ഫാമിലിയോട് സംസാരിക്കാം. ഈ കുടുംബക്കാരൊക്കെ എന്തിനാ വെറുതെ? നിനക്ക് പെണ്ണ് കിട്ടിയാ പോരെ? എനിക്കത് കിട്ടിയാ മതി. ഞാൻ സംസാരിക്കാം. അതെ നെഞ്ചക്കൂട്ടാ, മോന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും. അച്ഛനെന്താണ് പണി? ഇറച്ചി വെട്ട്. അയ്യോ, അല്ലെങ്കിൽ ഈ വീട്ടുകാരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ മോൻ കിടന്ന് കാണിച്ചാൽ ഞാൻ പറഞ്ഞ കാര്യം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് 2 വഴിയുള്ളൂ ഈ പ്രശ്നം തീർക്കാൻ. എന്തത്? ഒന്നെങ്കിൽ നീ അവനെ അടിക്കണം, പിന്നെ അല്ലെ അവന്റെ ഞാൻ തല്ലുകൊള്ളണം. പക്ഷെ രണ്ടാമത്തെ ഒരിക്കലും നടക്കില്ല. നീ പേടി പോ. നിന്റെ പെണ്ണ് വേണ്ടിയല്ലേ? പോടാ. എന്റെ ബ്രൂസ്ലി ഭഗവാനെ എനിക്ക് ശക്തി തരൂ. അങ്ങനെ അടിച്ച നീ എന്റെ അണ്ണ അടിച്ച ഇപ്പൊ കിട്ടും. ഇപ്പൊ കിട്ടും, നോക്കിക്കോ. കൂട്ടണ്ട എവിടെ പോടണ്ട. നിനക്ക് 6 മണിക്കല്ലേ, എനിക്ക് 5 മണിക്ക് വീട്ടിൽ കയറണം. പാവളം താനേ തിരിച്ചു വരുന്നത്. നിനക്കിപ്പൊ കിട്ടിയടാ, നിന്നെ കൈ കിട്ടിയടാ. അയ്യോ, ഞങ്ങളുടെ ചുട്ടുമണി വീണ്ടും കിടിലുമായിരുന്നു ഗൈസ്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ചുട്ടുമണിയുടെ പെർഫോമൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ചുട്ടുമണി ഗുണ്ടായിട്ടൊക്കെ വന്ന് അത് ഭയങ്കര ചുട്ടുമണിനെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അടിപൊളിയാണ് മോനെ. നല്ല അസാധ്യ ടൈമിങ് കേട്ടോ. അവന്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ നല്ല രസമുണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്ത മോനെ. അടിപൊളി. ഫസ്റ്റ് ഒരു അടി അവന്റെ കവാലത്തിൽ. എന്റെ അണ്ണ ഒന്ന് തള്ളണം, അത്രേ ഉള്ളൂ. ആ അടി ഈ ഫ്ലോറിൽ എല്ലാരും അത് എത്ര നന്നായി വേദനിച്ചില്ലേ? ചെറുതായിട്ട് കുറച്ചധികം. സത്യം പറഞ്ഞാ ചിരിക്കാനുള്ളൊരു കൗണ്ടർ ആയിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും എപ്പിസോഡൊക്കെ വന്നിട്ട് എന്നാ പറഞ്ഞു, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ എന്തായാലും എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? എനിക്ക് ഭയങ്കര ഹാപ്പി ആണല്ലോ. എത്രയാണെങ്കിലും കുഴപ്പമില്ല. കിട്ടിയ അതൊക്കെ നോക്കാം. എന്തായാലും ഗംഭീരമായിരുന്നു. എന്ത് പറയുന്നു ചേച്ചി? സൂപ്പർ, എക്സലന്റ്. നല്ല ക്യൂട്ടായ ഒരു സ്റ്റോറി ആയിരുന്നു. നല്ല ഭയങ്കര സീരിയസ് ആയിരുന്നല്ല, പക്ഷെ ആ ഒരു ടൈമിങ്, ഡയലോഗ്സ്, ആ ഒരു കോൺസെപ്റ്റ് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ആരാണ് അത് അവതരിപ്പിക്കുന്നത്, ആരാണ് അത് ആക്ട് ചെയ്യുന്നത്, മാറ്റേഴ്സ് അലോട്ട്. പിന്നെ നിങ്ങൾ 3 പേരുടെയും ആ ബോഡി ലാംഗ്വേജ് ആക്ടിങ് ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെൻ സംബഡി യൂസസ് ദെയർ ബോഡി, ദെയർ ഫുൾ പേഴ്സണാലിറ്റി, അത് നിങ്ങൾ 3 പേരും അസാധ്യമായിട്ട് ചെയ്യുന്നു. ആൻഡ് യു നോ പിടിച്ചിങ്ങനെ അമർത്താൻ തോന്നുന്നു. എന്തായാലും
God bless. Congratulations. ബ്ലെസ്സിങ്സ് മാത്രം പോരാ, ഇനി പൈസ വേണ്ടേ? അപ്പൊ ബാങ്ക് ഓഫ് ബോംബെ, പ്ലീസ് ക്രെഡിറ്റ് 50,000 rupees. കിട്ടി. ആർക്ക് കൊടുക്കില്ലാതാണോ? ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും 50,000 rupees കിട്ടി, സന്തോഷമായി. അപ്പൊ ഇനിയും നിങ്ങൾ ഇതുപോലെ തന്നെ പൈസ വാരി കോരട്ടെ, ഞങ്ങൾക്കും അതുപോലെ ചിരിക്കാനുള്ള ഒരുപാട് അവസരങ്ങളും കൊണ്ടുവരാം. ഓക്കെ ചേച്ചി, പച്ചയായ വിട്ടതൊന്നുകൊണ്ട് ഞാനൊരു പച്ചയായ ഒരു സംഭവം കാണിക്കാൻ പോകും. ശ്രദ്ധിച്ചു നോക്കണം. മായമില്ല, മന്ത്രമില്ല, ജാലമില്ല, കപടമില്ല. അന്തരീക്ഷത്തിൽ നിന്നും ലോട്ട് കാണിച്ചുകൊണ്ടുള്ള അതിശക്തമായ ഒരു മാജിക്കാണ്. ഈ മാജിക് ഞാൻ പഠിച്ചത് എന്റെ 2 മാജിക് സുഹൃത്തുക്കളിൽ നിന്നാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവരിവിടെ ഇറക്കിയിട്ടുണ്ട്. ചേച്ചി, മാജിക് വിത്ത് കോമഡി, ഫുൾ ഫൺ. അപ്പൊ ഞാൻ അവരെ വിളിക്കട്ടാ? പിന്നെ അതിന് മുമ്പ് ചേച്ചി ആ ബാറ്ററി ഒന്ന് ഓണാക്കി. ചേച്ചി, ബാറ്ററി ഓണായോ? ഓണായല്ലോ. അപ്പൊ നമുക്ക് വിളിക്കാം. മാജിക് വിത്ത് കോമഡി, നിഖിൽ ആൻഡ് നീലിമ. ഈ റിങ് എന്നെ കൊണ്ട് കറങ്ങണമെന്നല്ലാതെ ഇതുവരെ എനിക്ക് ഈ റിങ് ഒന്ന് കറക്കാൻ പറ്റിയിട്ടില്ല. ചേച്ചിക്ക് അറിയോ, ഞാൻ ഈ സർക്കസ് കമ്പനിയുടെ ഓണറാ. ഞാൻ ഇവിടെ കിടന്ന് ഓടി നടന്ന് എന്തെല്ലാം പണിയാ ചെയ്യണമെന്നറിയാവോ? ആ കൂടെ ഈ റിങ് കിടക്കണ പെണ്ണിന് സാലറി കൊടുത്തായിരുന്നെങ്കിൽ ഇതിന്റെ അകത്തെങ്കിലും കിടന്ന് എനിക്ക് കറങ്ങേണ്ടി വരില്ലായിരുന്നു. മുതലാളി അല്ലടാ, മുതലാളിച്ചി. മുതലാളിയാണെന്ന് എനിക്ക് അറിയാവേ. അല്ല പിന്നെ വൈകിട്ടത്തെ പരിപാടിക്ക് നമ്മള് ചെലവ് ചുരുക്കി മാജിക്കും ഡാൻസും റെഡി ആക്കിയിട്ടുണ്ട്. ഒറ്റ ഫ്രെയിമിലും. ആണോ? മാജിക്കും ഡാൻസും ഒറ്റ ഫ്രെയിമിൽ റെഡിയാ? എന്നാ വരട്ടെ. ഇതാണോ നീ പറഞ്ഞ മാജിക്? എങ്ങനെയാണ് എന്റെ മാജിക്കും? അടിപൊളി, സൂപ്പർ. എന്നെ കൂടെ ഒന്നും പറയരുത്. നിങ്ങൾ ശമ്പളം കൊടുക്കാത്തോട്ടെ എന്റെ മാജിക്കിൽ ഡാൻസ് കളിച്ചോണ്ടിരുന്ന പെണ്ണ് വേണമെങ്കിൽ പോയി. അതുകൊണ്ട് ഞാൻ നോക്കിട്ട് വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങി. പിന്നെ 2:30 തൊട്ട് ക്യാമറ, 2:30ക്ക് വേപ്പോട്ട് മാജിക്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാലറിയുടെ കാര്യമാണോടാ? അത് പറഞ്ഞാലും തരത്തില്ലെന്ന് എനിക്കറിയാം. ധൈര്യമായിട്ട് പറഞ്ഞു. എന്റെ ഈ തൊപ്പിക്കകത്തൊന്നും പ്രാവിനെ മാറ്റി കോഴിയെ വെച്ചതാരാ? കോഴിയോ? കോഴി എന്നെ കൊണ്ടൊന്നും പറയരുത്. ചേച്ചി, നിങ്ങളൊന്ന് കേക്കണേ. എന്റെ ഈ തൊപ്പിക്കകത്തൊന്ന് ഓഡിയൻസിലേക്ക് ഇതേ ഇങ്ങനെ മുട്ടായി വാരി എറിഞ്ഞൊരു മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ടായിരുന്നു. ഞാൻ വാരി എറിഞ്ഞു. അപ്പൊ ആളുകളൊക്കെ മൂക്കും പൂത്തിക്കൊണ്ട് ഒറ്റ ഓട്ടം. അന്നേരം ഞാൻ ആ തൊപ്പിക്കകത്തോട്ടൊന്ന് നോക്കി. എന്തായിരുന്നടാ തൊപ്പിക്കകത്ത്? മൊത്തം കോഴിക്കഷ്ടമായിരുന്നു. എന്നിട്ട് ആ കോഴി ഞാൻ എന്റെ കണ്ണിലിട്ട് കുത്തുകയും ചെയ്തു. ആ കോഴിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല നിന്റെ മാജിക്. ഇപ്പൊ മനസ്സിലായോ? നിങ്ങളുടെ ഭർത്താവില്ലേ, അയാൾക്ക് പണ്ട് എന്റെ മാജിക്കും എന്റെ ഡാൻസും ഭയങ്കര ഇഷ്ടമാ. അതിനെ കോഴിയും എന്റെ ഭർത്താവും തമ്മിൽ എന്താണ് ബന്ധം? ഇവരുടെ ഭർത്താവ് ഒരു കോഴിയായിരുന്നു. ഈ നാട് മൊത്തം അറിയാം. അനാവശ്യം പറയരുത്. ഒരു പെണ്ണ് കയ്യെ പിടിച്ചപ്പോഴേ ആ കൈ തട്ടി മാറ്റിയവനാടാ എന്റെ ഭർത്താവ്. കൈ തട്ടി മാറ്റിയെന്ന് റിപ്പീസിൽ ആടി വന്ന പെണ്ണിന്റെ കൈ ഇവരുടെ ഭർത്താവ് തട്ടി മാറ്റി. ആ പെണ്ണ് മൂക്കും കുത്തിയാ നിലത്ത് വീണ. ഈ തൊപ്പീനെ പ്രാവിനെ എടുക്കണതല്ലേ നിന്റെ മാജിക്ക്? തൊപ്പിന്ന് പിന്നെ പ്രാവിനെ അല്ലാതെ പിന്നെ സ്രാവിനെ എടുക്കാൻ പറ്റുമോ? അതെ, ഈ തൊപ്പീന്ന് പ്രാവിന് പകരം കുറച്ച് മീൻ എടുത്തായിരുന്നെങ്കിൽ ഇവിടെ കറിയെങ്കിലും വെക്കായിരുന്നു. ഇവരെന്താ പറയുന്നേ? ഇതെന്റെ തൊപ്പിയാ, അല്ലാതെ മീനെടുക്കാനേ ഇത് ചമ്പക്കരൻ ചന്തയൊന്നും അല്ല. നിനക്ക് മാജിക് അറിയത്തില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് വേണം അവരറിയാം. എനിക്ക് മാജിക് അറിയത്തില്ല. അല്ല, ആരും ഇരിക്കുന്നേ നമ്മുടെ കുട്ടിയെങ്കിലല്ലോ പുള്ളിക്കാരനെ മനസ്സിലായോ? ഇല്ല. ഇദ്ദേഹം എന്നെക്കാട്ടിലും വലിയ പേര് കേട്ടാ മാജിക്. ആണോ? നമുക്ക് സർക്കസിൽ എടുത്താലോ? ആണോ? ഒരു 10 രൂപ പുള്ളിയോടൊന്ന് കടം ചോദിച്ചേ. പുള്ളി അപ്പ വാനിഷിങ് ആവും. ചേച്ചി, പുള്ളിയെ പിടിച്ചിരുന്ന അല്ലേ പുള്ളി അപ്പൊ തന്നെ വാനിഷിങ് ആയി കളയും. മതി നിനക്ക് മാജിക് അറിയാമെങ്കിൽ അത് കാണിക്കടാ. മാജിക് അറിയാവുന്ന എന്നോടാ. ഇതെന്താ?
ഇത് കയറ്. ഈ കയറേ ഞാൻ ശ്വേത ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ. ഇത് ഞാൻ നൊടിയിടയിൽ മായമില്ല, മന്ത്രമില്ല, മായാജാലമില്ല, പൊടികളില്ല, വടികളില്ല, കാബ്രാക്ക കൂബ്രാക്ക. ദൈവമേ ശരിയാവണേ. കണക്കെടുത്തരുത്, കഴിഞ്ഞ ദിവസം അടി കിട്ടിയതാ. ഈ വടി ഈ വടി ഞാൻ ശ്വേത ചേച്ചിയുടെ കയ്യിലോട്ട് ഞാനൊക്കെ കൊടുക്കും. ചേച്ചി ആ വടി ഇങ്ങ് മേടിക്കും, എന്നിട്ട് 2 അടി അടിച്ച് ഇത് കയറാക്കി നിന്നെ അവിടെ പിടിച്ച് കെട്ടും. മതി, വൈകുന്നേരത്തെ പെട്ടി കയറാനുള്ള മാജിക്ക് പോയി പ്രാക്ടീസ് ചെയ്യേ. പെട്ടി കയറ്റി അടത്ത് 2 ആക്കാനേ ഇവിടെ പെണ്ണൊന്നും ഇല്ല. ആര് പറഞ്ഞു ഇവിടെ പെണ്ണില്ലെന്ന്? ഇവിടെ പെണ്ണൊക്കെ ഉണ്ട്. അയ്യേ, ഈ പെട്ടിനെ പെട്ടി കയറ്റി അറുത്ത് 2 ആക്കാനൊന്നും പറ്റത്തില്ല. ഈ പെണ്ണ് മാജിക്കിന് ഡാൻസ് അതിനെ ഈ കുട്ടിയാന്ന് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് ഞാനാ. അയ്യോ, ഈ കുട്ടിയെ ഞാൻ വെട്ടി കെട്ടി അറുത്ത് 2 ആക്കത്തതൊന്നും ഇല്ല. അതെന്താ? ഈ കുട്ടിയെ ഞാൻ വെട്ടി നുറുക്കി പണ്ടാറ് കൊടുക്കും ഞാൻ. അത്രയ്ക്കുണ്ട് എനിക്ക് എന്റെ ദേഷ്യം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരി, പിന്നെ വന്ന് പറ. എന്തുവാടാ അത്? ഓ, മാഡം ഇപ്പൊ പറഞ്ഞ തളിയില്ലയോ, അത് ഞാൻ ചവിട്ടി കൂട്ടി അഖിലാണ് നെട്ട് കൊടുത്തതാ. മാഡം ഒന്ന് എനിക്ക് ലീവ് തരണം. മേടം ഒന്നിന് ഇനി 2-3 മാസം ഇല്ലേ? അപ്പൊ നോക്കാം. എന്തോന്നാ? മേടമാസത്തിലെ ലീവിന്റെ കാര്യല്ലേ? ഓ, മേടമാസത്തിലെ ലീവിന്റെ കാര്യമല്ല വെച്ചേ. ഈ മാഡം എനിക്കൊന്ന് ലീവ് തരണമെന്ന്. ഓ, നിനക്കിപ്പോ എന്തിനാടാ ഒരു ലീവ്? അതെനിക്ക് പെണ്ണ് കാണാൻ പോവാനാ. അതിന് നീ കഴിഞ്ഞ ആഴ്ച പോയി പെണ്ണിനെ കണ്ടില്ലേ? ഓ, അത് ശരിയാവത്തില്ലെന്ന്. അതെന്താ? അവര് സ്ത്രീധനമായിട്ട് എനിക്ക് 3 കുറ്റി ചീട്ടും 1 റോള് റിബണും തരാന്ന് പറഞ്ഞു. അതെന്തിനാ? എന്നിട്ട് പറയുക, നീ വലിയ മജീഷ്യനല്ലേ, ഇനി അതുകൊണ്ട് അങ്ങ് പോയി ഇങ്ങ് ജീവിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു കാര്യം അങ്ങ് തീരുമാനിച്ചു. ഞാൻ ഇനി കല്യാണം കഴിക്കുന്നെങ്കിലേ അത് പ്രേമിച്ചേ ഉള്ളൂ. അറേഞ്ച് മാരേജാ ബെസ്റ്റ്. അറേഞ്ച് മാരേജ് എന്തുവാ? റേഷൻ കടയാ. പിന്നെ ഈ റേഷൻ കട ചെന്ന് കഴിഞ്ഞാലേ റേഷൻ കാർഡിനുള്ള സാധനമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഏതാ? പക്ഷെ ലവ് മാരേജ് അങ്ങനല്ല. പിന്നെ അത് മറ്റേ സൂപ്പർ മാർക്കറ്റ് അല്ലേ? പിന്നെ നമ്മള് സൂപ്പർ മാർക്കറ്റിലേട്ട് അങ്ങ് ചെല്ലും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനെ എടുക്കാം. പോരാത്തതിന് 1 ഫ്രീ. പിന്നെ പക്ഷേ എല്ലാത്തിനും ക്യാഷ് വേണം, ക്യാഷ്. അപ്പൊ കാശില്ലെങ്കിലോ? ക്യാഷ് ഇല്ലെങ്കിലേ റേഷൻ കട പോവുക, കാർഡിനുള്ള സാധനം മേടിക്കുക. അയ്യോ, പിന്നെ എനിക്കിന്ന് നല്ല വിശപ്പ്. എനിക്കിന്ന് ഉച്ചക്ക് ഇച്ചിരി നോൺ വെജ് താ. നോൺ വെജ് എന്നൊക്കെ ഇത്തിരി പതുക്കെ പറയടാ. ദേ കൂട്ടിക്കിടക്കണ സിംഹം ഇപ്പൊ എഴുന്നേറ്റ് വന്ന് ഇറച്ചീന്ന് പറഞ്ഞ മോങ്ങിയ ഞാൻ എന്തോ എടുത്തു വെച്ച് കൊടുക്കും. നിങ്ങൾ ആ സിംഹത്തിന് അപ്പൊ എന്തോ കൊടുക്കുന്നേ? ആ സിംഹത്തിന് രാവിലെ 2 കുറ്റി പുട്ടും കടലക്കറി, ഉച്ചക്ക് സമൃദ്ധമായ ഒരു സദ്യ, അത് കഴിഞ്ഞൊരു ഉറക്കം. അപ്പൊ സ്നാക്സ് വല്ലതും? പിന്നെ ബിസ്ക്കറ്റും പാലും. രാത്രി ചപ്പാത്തിയും നല്ല 1-ാം തരം കിഴങ്ങേറി. അങ്ങനെ പറഞ്ഞേ. ഇതാ എന്നും അസ്തമയത്ത് 10 മണിയാകുമ്പോ സിംഹക്കൂട്ടി മനസ്സിലായേ. ഇന്റർനാഷണൽ ലെവലിൽ മാംസം തിന്ന് നടന്നിരുന്ന ഒരു സിംഹത്തെ വെറും പച്ചക്കറി തിന്ന് വെജിറ്റേറിയൻ സിംഹമാക്കിയിരിക്കുന്നു എന്റെ മുതലാളിച്ചി. മതി മതി, പോയി പ്രാക്ടീസ് ചെയ്യടാ മാജിക്ക്. ഇന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിലേ എന്റെ ഈ മാസത്തെ ശമ്പളം ഒന്നുതാ. നിനക്ക് ശമ്പളം വേണല്ലേ? വേണം. നിനക്ക് ഈ അന്തരീക്ഷത്തിന്ന് പണം എടുക്കണ മാജിക്ക് അറിയോ? എനിക്കറിയത്തില്ല. എനിക്കറിയാം. ഞാൻ ആ ഒരൊറ്റ ഐറ്റം കൊണ്ടാ ഈ സർക്കസ് ഇത്രേ നാൾ ഓടിച്ചത്. എന്നാ എന്റെ ഈ മാസം ശമ്പളം നിനക്ക് ശമ്പളം വേണം. നീ കണ്ണടയ്ക്ക്. കണ്ണടയ്ക്ക്. ഇടയ്ക്ക് കണ്ണ് തുറന്നാലേ ശമ്പളം കിട്ടത്തില്ല കേട്ടോ. ശമ്പളം കിട്ടണേ ഈശ്വര. കഴിഞ്ഞ മാസത്തെ പറ്റി എനിക്ക് ചിട്ടിക്ക് പൈസ അടയ്ക്കാൻ EMI അടച്ചിട്ടില്ല. എന്നിട്ടാണ് ഇവർക്ക് 2 പണി കൊടുക്കുന്നത്. റെഡി 1 2 3 ഈശ്വര, എനിക്ക് കണക്ക് കൂട്ടാനൊന്നും അറിയത്തില്ല. 500 നോട്ടായിട്ട് മതി, കൂടുതലാക്കിറത്തൊന്നുമില്ല. നല്ല ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ. നോക്കേക്കാം. മാഡം മാഡം മാഡം, അയ്യോ എന്റെ മാഡം എന്നെ വീണ്ടും പറ്റിച്ചു. ചേച്ചിക്ക് ഇപ്പൊ മനസ്സിലായോ? യഥാർത്ഥ മാജിഷ്യൻ ഞാനല്ല, എന്റെ മാഡമാ. ബ്യൂട്ടി ഷോ
മാസ് ഗോഡ്. ഗാർണിഷിംഗ് ബ്യൂട്ടി. ആരെ മാനസിംഗ് ബ്യൂട്ടി? ഞാൻ ചേച്ചി എന്നെ പറയായിരിക്കും. ബ്യൂട്ടിഫുൾ ആയിരുന്നു, ബ്യൂട്ടിഫുൾ. നല്ല രസം. ഡാൻസ് നല്ല കിടിലായിരുന്നു കേട്ടോ. ആ ഫസ്റ്റ് എൻട്രി ഡാൻസും ലാസ്റ്റത്തെ ഡാൻസും കിട്ടില്ലായിരുന്നു. അതിന്റെ ക്രെഡിറ്റ് മൊത്തം ഞങ്ങളുടെ രതീഷേട്ടനാ. രതീഷേട്ടൻ സ്കിറ്റ് മാത്രമല്ല ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയോ? പക്ഷെ ചെറിയ ഡാൻസ് ഒന്നല്ല, രണ്ട് സ്റ്റെപ്പ് പഠിപ്പിച്ചൊന്നും കൊണ്ട് കാണിച്ചു തരാവോ? ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചോ? രതീഷണ്ണ കാണിച്ചോ? എത്ര മണിക്ക് ശേഷം? 2 ദിവസം എടുത്തു. പക്ഷെ പഠിപ്പിക്കാൻ 2 ദിവസം എടുത്താ? സമയം ചോദിച്ചു. സമയം സമയം ഏകദേശം ഒരു വൈകുന്നേരം 7 മണിക്ക്. അല്ല, രാത്രി 11 മണിക്ക്. അല്ല, ഇന്ന് ഇവര് രണ്ടുപേരെയും കാണുമ്പോ ഭയങ്കര സന്തോഷം. അവരെ ഒരു ഗ്രോത്ത് അല്ലേ, അവരെ ഈ ഒരു സ്റ്റേജിന്റെ ആ ഒരു കംഫർട്ട്, അവരുടെ ഒരു ക്ലാരിറ്റി ഓഫ് ഡയലോഗ് ഡെലിവറി, അവരുടെ ക്യാരക്ടർ പിടിച്ച് അവർ ആ ഫുൾ സ്കിറ്റ്, ഭയങ്കര കോൺഫിഡൻസ് രണ്ടുപേരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഷാർപ്പ് ചെയ്താ യു ആർ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഞാൻ എലീനെ വെച്ചൊരു മാജിക് കാണിക്കട്ടെ. ഒരു മാജിക് സിമ്പിൾ. എലീന 2 കൈ പൊക്കിയേ. ചെയ്തളയോ? ആ കൈ തുറന്നേ. കൈ നിവർത്തണോ? 10 വിരലില്ലേ? എനിക്ക് ഒരു 500 രൂപ തന്നിട്ട് എടുത്തറിയാണേ. ഇത് നീ മടക്കി കൈ വെച്ചിട്ട് ചെന്നിട്ട് അന്തരീക്ഷത്തിൽ കൂടെ 500 രൂപ ഇങ്ങനെ എടുക്കണം പറഞ്ഞു. അപ്പോഴേ എനിക്കറിയാം എനിക്കുള്ള എന്തോ ഉടായിപ്പാണെന്നുള്ളത്. അതെവിടെ എടുത്തറിയാ പൈസ? ഒളിച്ചു വെച്ചറ. ഈ പൈസ ഞാൻ ഡാൻസ് കളിച്ച നമ്മുടെ നിഖിലിന് കൊടുക്കാണ്. ഇത് അഖിൽ ചേട്ടൻ ചോദിക്കും, കൊടുക്കരുത്, കയ്യിൽ വെച്ചോണം. എന്താ പാടിയ ചെറുതായിട്ട്. ഇത് എന്റെ ഒരു മാജിക് ആയിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇനി അടുത്ത മാജിക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബാറ്ററിയാണ്. എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഓക്കെ ചേച്ചി, നോക്കാം. പണമൊഴുകണ പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ 10,000 റുപ്പീസ് ആണ് നേടിയിരിക്കുന്നത്. ശ്വേത ചേച്ചി അന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ക്രെഡിറ്റ്. ഓക്കെ, ഹാപ്പി ആയില്ല? അപ്പൊ എന്തായാലും ഇനി അടുത്ത തവണ വരുമ്പോ ഉഷാറായിട്ട് ഇതിലും പൈസ നമുക്ക് വാങ്ങണം. പിന്നെ ഇതുപോലെയൊക്കെ അഖിൽ ചേട്ടനുണ്ടെങ്കിൽ മാജിക്കിൽ കൂടെ ഓരോ പൈസ ഇങ്ങനെ കിട്ടുന്നതുമായിരിക്കും. തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലെ പെർഫോമൻസ് എല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ആസ് യു ഓൾ നോ, നമുക്ക് ഇന്ന് ഇതിൽ നിന്നും ഒരു താരത്തെ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാണ്? ഒരു കാര്യം പറയട്ടെ, ഇവരെ കാണുമ്പോ രണ്ട് ടീംസിനെ കാണുമ്പോ ഭയങ്കര ക്യൂട്ടായി തോന്നുന്നുണ്ട്. നല്ലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് ഇവരെ കാണുമ്പോൾ തോന്നുന്നത്. ബിക്കോസ് രണ്ടുപേരും പുതിയ ആൾക്കാരാണ്. ട്രൂ. ആൻഡ് ദേ ആർ കോമ്പീറ്റിംഗ് വിത്ത് ഈച്ച് അതർ. രണ്ടുപേരെയും കോൺഫിഡൻസിന്റെ ലെവൽ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ്ങിലാണ്. നല്ലൊരു വാം അപ്പ് ആയിട്ട് രണ്ട് ടീമും വന്നിട്ടുണ്ട്. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ ആരാണ് ഇന്നത്തെ മെയിൻ എന്നുള്ളത് നമ്മൾ പറയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു വിത്തൗട്ട് എനി ഡൗട്ട്, നോ ഡൗട്ട്, സുബേഷ്. ശരി, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ചുറ്റുമണിയുടെ ആ ഒരു വിഷലും കൊണ്ട് നമുക്കൊന്നും കണ്ടിരിക്കണ്ടേ? എന്റെ അണ്ണ ഒന്ന് തല്ലണം, അത്രേ ഉള്ളൂ. എന്റെ പൊണ്ണ 90 കിഡ്സിന് പെണ്ണ് കിട്ടാന്ന് പറയുന്ന മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെ. എന്നിട്ടും ഞാൻ ഒരിടത്തിന് ഒപ്പിച്ചു. അപ്പുണ്ടപ്പാ എവിടുന്നോ കേറി വന്നിരിക്കുന്നു അവരുടെ ഒരു കൂട്ടുകാരൻ ബെസ്റ്റി. അവനെ തല്ലണം. അല്ലണ്ണ, അണ്ണന്റെ ഈ ലുക്കും ആ ഒരു താടി കാണുമ്പോ എനിക്ക് ഒരു കാര്യം ഉറപ്പാ, അണ്ണന് പുറത്തുനിന്ന് ഒരുപാട് കൊട്ടേഷനുകൾ കിട്ടുന്നുണ്ട്. പുറത്തു നിന്ന് കൊട്ടേഷൻ വരാറുണ്ടോന്നോ? പണ്ട് ഒരു അമേരിക്കയിലെ സായിപ്പിനെ തല്ലുവാൻ എന്നെ ക്ഷണിക്കുണ്ടായി. അത് എന്തേലും ഒരു കഥ പറയുമ്പോ ഒരു ഉണ്ടായി ചേർക്കാൻ ഒരു പഞ്ച് കിട്ടും. കഥ കേൾക്കാൻ സുഖം വന്നില്ല. അങ്ങനെ ഞാനും സായിപ്പും കൂടെ ബോക്സിംഗ് റിംഗിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ ഈ റെഫറി വന്നിട്ട് എന്നോട് പറഞ്ഞു വായി മറ്റേ ക്ലാപ്പ് വെക്കാൻ, സേഫ്റ്റിക്ക്. സായിപ്പിന്റെ നെഞ്ചാൻ കൂടി നോക്കൂ, ഒരൊറ്റ ഇടി. എന്റെ പൊന്നെ, സായിപ്പ് ഒന്നും ചെയ്തില്ലേ? ചെയ്ത് കാണും, തീർച്ചയായിട്ടും ചെയ്ത് കാണും. എനിക്ക് ബോധമില്ലായിരുന്നു.
അടാ പോയി സെറ്റ് ചെയ്യണ സെറ്റ് അടിച്ചങ്ങ് കുപ്പിലാണ്. ഇത് വലിയ ശല്യ കുറെ നേരായി. ആളായി മാമാണിക്കുട്ടിയെ ഫിഗർ ഇട്ടിക്കണോ എന്നെ ഒതുക്കാൻ വേണ്ടി ഞാൻ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോകും. നന്നാച്ചിയാണേ പച്ചക്കറി ഇതെങ്ങനെ മാറ്റി പറയണേ? ഞാൻ ഒരു കാര്യം പറയാം. ഇവൻ ഇവിടെ പോകുന്നവരെ ഞാൻ ആ ഗുണ്ടയാന്നുള്ള കാര്യം അവൻ അറിയരുത്. സത്യം വേടാ, നീ ആറാ? ഞാൻ ഗുണ്ടയാണ്. അവന്റെ പഞ്ച് എന്റെ നെഞ്ചത്തിരുന്നേ. ഇനി അടുത്തെന്ന് പറയുന്നത് ക്രൗണിങ് സെറിമണിയാണ്. ഒരു ഗോൾഡൻ ക്രൗൺ അവിടെ നിന്ന് ഇങ്ങനെ വരും, അത് തലയിൽ വെച്ച് തരും. ആരാന്നറിയോ? നമ്മുടെ സ്വന്തം ശ്വേത ചേച്ചി. അയ്യടാ വിളിക്കട്ടെ. ചേച്ചി പ്ലീസ് ജോയിൻ us. All right, Cutie, the beauty soap ഇന്നത്തെ Miss. Congratulations. ഇതോടൊപ്പം തന്നെ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടിയുണ്ട്. കൺഗ്രാറ്റുലേഷൻ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇവിടെ ഉള്ള എല്ലാവരും ഏറ്റവും കൂടുതൽ ക്യൂട്ട്നെസ് പറയാനുള്ള ബട്ടർ ബണ്ണിയാണ്. പക്ഷെ അതിനെയും തകർത്തി ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്യൂട്ടായിട്ടാണ് ഞങ്ങളുടെ ഷുട്ടുമണി ഇവിടെ നിൽക്കുന്നത്. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് അങ്ങനെ സംസാരിച്ചൊന്നും അങ്ങനെ ശീലമില്ല. ഓയ്യോ, പിന്നെ സ്കിറ്റ് കളിക്ക് നമ്മൾ കാണുന്നത് അത് മാത്രമേ അറിയത്തുള്ളൂ. ആ പാടെ അല്ല, ഫ്രണ്ട്സ് ഒക്കെ പറയാറില്ല ഇങ്ങനെ ഭയങ്കര ക്യൂട്ടാണ്. പൊതുവെ ഭയങ്കര ഇൻവേർട്ടർ ആണോ താങ്കൾ? ഇൻവേർട്ടർ ആണ്. സിഗ്മ. ആരാ പറയുന്നത് അങ്ങനെയൊക്കെ? ഫ്രണ്ട്സോ? അല്ല ക്യൂട്ടാന്ന് ഇവിടെ വന്നപ്പോഴാ പറഞ്ഞത്. ഞങ്ങളോ? സൂപ്പർ സൂപ്പർ. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഒപ്പം തന്നെ സർപ്പ ടീം താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾ ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ തന്നു. നമ്മൾ ഇനിയും കാണും ഇവരെയൊക്കെ അല്ലേ? അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 3000-ൽ ഞങ്ങളും വരും വല്ലപ്പോഴും ഒക്കെ. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. എന്തായാലും ഗൈസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.